നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ജിതിൻ രാജ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ജിതിൻ രാജിൻ്റെ നക്ഷത്രം മകമാണ് നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 35 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് ബിടെക്. ഹൈറ്റ് 5'5", വെയ്റ്റ് വന്നിട്ട് 75 kg. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. തൃശ്ശൂർ സെറ്റിൽഡാണ്. ദുബായിലാണ്, UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് തന്നിട്ടില്ല. UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. IT സെക്ടറിലാണ്. 48 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ സാലറി ഉള്ള ഒരു കുട്ടിയാണ്. ജിതിൻ രാജ് ഡിവേഴ്സിയാണ്. സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത്. അച്ഛൻ ശോഭരാജാണ്. അമ്മ വന്നിട്ട് ഗിരിജ. നിതിൻ രാജ് എന്ന് പറഞ്ഞിട്ട് ബ്രദറും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിതിൻ രാജിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ജിതിൻ രാജ് സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത്. മകൻ നക്ഷത്രം, 35 വയസ്സ്. അച്ഛൻ ശോഭരാജ്, അമ്മ ഗിരിജ. തൃശ്ശൂർ സെറ്റിൽഡാണ്. വർക്ക് ചെയ്യുന്നത് UAE-യിൽ IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. 48 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ സാലറി ഉണ്ട്. ക്വാളിഫിക്കേഷൻ ബിടെക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ജിതിൻ രാജിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹം നോക്കണം അല്ലെങ്കിൽ വിവാഹം വേണമെന്ന തീരുമാനമായി കഴിഞ്ഞാൽ കുട്ടികളും പാരൻസും രക്ഷിതാക്കളും കൂടെ നന്നായിട്ടൊന്ന് സംസാരിക്കാം. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സുകൾ, അതായത് ജോലി ഇന്ന സ്ഥലത്തായാൽ കൊള്ളാം, ഹൈറ്റ്, വെയ്റ്റ്, എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇതിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അമ്മ വീടിൻ്റെ അല്ലെങ്കിൽ തറവാട്ട് ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും, അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാട്രിമോണിയൽ ബിസിനസ്സുകൾ ഇപ്പോൾ കുറേ കള്ള നാണയങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. വളരെയധികം പൈസ വാങ്ങിക്കുന്നതും എൻഗേജ്മെൻറ്റ് സമയത്ത് 50,000, 1 ലക്ഷം എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ കൊടുത്താൽ പോലും നടക്കുമെങ്കിൽ കൊടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷെ നടക്കണ്ടേ? തുടക്കത്തിൽ തന്നെ 5,000, 6,000, 7,000 ഒക്കെ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം ശരിയായി കഴിഞ്ഞാൽ അതിന് വേറെ പൈസ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്ത ആളുകളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയുണ്ട് ഇവരുടെ, അതായത് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ പോലും ഇവിടെ ജോയിൻ ചെയ്ത ആളുകളുമായിട്ട് സംസാരിക്കണം. ഇവിടുത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വെറുതെ കൊണ്ട് പൈസ കൊടുക്കരുത് അവിടെ ഇവിടെ. അപ്പോൾ അതും കൂടി അത് മനസ്സിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക.
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഒരു നമ്പർ കിട്ടി, ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നമ്പർ കിട്ടി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ വീട്ടുകാരുടെ നമ്പർ കിട്ടി, ഉടനടി അങ്ങ് കയറി വിളിച്ചേക്കരുത്. വാട്സപ്പ് കൂടെ മെസ്സേജ് കൊടുത്ത് എല്ലാ വിവരങ്ങളും, ഫോട്ടോ, ഹോറോസ്കോപ്പ്, അപ്ഡേറ്റ് ചെയ്ത പ്രൊഫൈലൊക്കെ അയച്ചു കൊടുക്കുക. ഇതിന് താല്പര്യമുണ്ടെങ്കിൽ അവരോട് വിവരം തരാൻ പറയുക. അവർക്കത് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ജാതകം നോക്കുക. ജാതകമൊക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജാതകം നോക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ. പലരും പ്രൊഫൈലിൽ എഴുതുന്ന ഒരു കാര്യങ്ങളാണ് അരദോഷം, ഒരു ദോഷം, ശുദ്ധജാതകം, രാഹുദോഷം, കുജദോഷം, ചൊവ്വാദോഷം, 7 ചൊവ്വ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. ശുദ്ധജാതകം ഒക്കെ എഴുതുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതെല്ലാം ഓരോ ജ്യോത്സ്യർ നോക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ജ്യോത്സ്യനെ മാറ്റുന്ന സമയത്ത് വേറൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല ഇത്ര ദോഷമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോ ജ്യോത്സ്യർ നോക്കുന്നതിൻ്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, 2 ഫാമിലിക്ക് ഇഷ്ടമായി, ഫോട്ടോ ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ജാതകം നോക്കണം എന്ന് നിർബന്ധമുള്ളവർ തീർച്ചയായിട്ടും ജാതകം നോക്കണം. ഒരു പണിക്കരെ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കൊണ്ട് മാത്രം നോക്കിയാൽ പോരാ, വ്യത്യസ്ത ജ്യോതിഷന്മാരെ കൊണ്ട് നോക്കിക്കണം. 2 ഫാമിലിക്കും അത്രമാത്രം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3, 4, 5 പണിക്കരുടെ അടുത്തെങ്കിലും പോകണം, അല്ലെങ്കിൽ ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ഒരാൾ നോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉടനടി അങ്ങ് നോന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ ജ്യോതിഷം അങ്ങനെയായി. അടുത്ത കാര്യം, ജ്യോതിഷം ഓക്കെ ആയി, എവറിത്തിങ് ഓക്കെ. അപ്പോൾ നമ്മൾ പാരൻസ് തമ്മിൽ സംസാരിക്കും, അടുത്തത് പെണ്ണ് കാണലിന് എന്നാണ് വരുന്നത് ചോദിക്കും. ഒരു കാരണവശാലും ചാടിക്കേറി പെണ്ണ് കാണാൻ പോകരുത്. പെണ്ണ് കാണുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ കുട്ടികൾ തമ്മിൽ വാട്സപ്പ് ചാറ്റിൽ കൂടെ അവരൊന്ന് നന്നായിട്ട് പരിചയപ്പെടണം. അതിനൊരു 15 ദിവസമെങ്കിലും അവർക്ക് കൊടുക്കണം. കുറേ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും. അവർ സംസാരിച്ച് നല്ല കംഫർട്ട് ലെവൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേയാണ് അടുത്ത നടപടിയിലേക്ക് പോകാവൂ. കംഫർട്ട് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നേക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. നല്ല കംഫർട്ടാവണം. അപ്പോൾ ഈ 10-15 ദിവസം സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളതൊരു മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബ പാരമ്പര്യം, എന്താ പറയുക, നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, അമിതമായ ബാങ്കിങ് ലോൺസ്, ബാങ്കിൽ നിന്ന് വല്ല ലോണുകൾ കൊടുത്തിട്ടുണ്ടോ, എഡ്യൂക്കേഷൻ ലോൺ തൊട്ടിട്ട് കാറിൻ്റെ, സ്കൂട്ടർ, ബൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല ലോണുകളും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കുക. നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നല്ല തന്നെയാണ്, പക്ഷെ ഒരു പരിധി വിട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അതിനെ ഒരു നെഗറ്റീവ് ഒന്നും ആയിട്ട് കാണണ്ട. ഇതൊന്നും, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു നെഗറ്റീവ് അല്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അറിഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെൺകുട്ടിയും ആൺകുട്ടിയും പുറത്ത് വെച്ച് കാണണം, വീട്ടിൽ വെച്ചല്ല. പുറത്ത് ഏതെങ്കിലും കോഫി ഹൗസിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു 3-4 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുക. കാര്യങ്ങൾ കുറേ സംസാരിക്കാനുണ്ടാവും. അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി 2 പേരും കംഫർട്ടാണെങ്കിൽ മാത്രം അച്ഛനമ്മമാരോട് പറയുക, നമുക്ക് ഇത് വെച്ച് മുന്നോട്ട് പോകാം. കംഫർട്ടായിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണ്ടാന്ന് വയ്ക്കുക. ഒരു കാരണവശാലും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഓക്കെ എന്ന് പറയരുത്.
100% നിങ്ങൾ കംഫർട്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും വിവാഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകല്. അച്ഛനമ്മമാർ കൃത്യമായിട്ട് സംസാരിക്കണം. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടാവാൻ പാടില്ല. നല്ല ഭംഗിയായിട്ട് സംസാരിക്കുക. ഒന്നുള്ളിൽ വെച്ചിട്ട് വേറൊന്ന് പുറത്ത് പറയുന്ന പരിപാടി വേണ്ട. എല്ലാം തുറന്നു പറയും. ഇനിയിപ്പോൾ അവർ ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയാനുള്ള ഏർപ്പാട് വേണ്ട. പറയുക, കൃത്യമായിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശിഷ്ടകാലവും, ആ ശിഷ്ടകാലം എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ലൈഫ് ആയിരിക്കുമല്ലോ മിക്കവാറും. അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫായിരിക്കും. അപ്പോൾ ആ ഒരു ശിഷ്ടകാലവും മക്കളുടെ ദാമ്പത്യ ബന്ധവും നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അല്ലാത്ത കേസുകൾ വളരെ കൂടുതലാണ് ഡിവോഴ്സ് കേസിലേക്ക് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ അഭാവമാണ് നല്ലൊരു ശതമാനവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക. എല്ലാവർക്കും മംഗളാശംസകൾ. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.